ഓസ്ട്രേലിയ അവസരങ്ങളുടെ നാട്. വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ എന്നും മുൻനിരയിലാണ് അവസരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ. ഉയർന്ന ജീവിത നിലവാരം, സുരക്ഷിതത്വം, സമാധാനപരമായ ജീവിതം, നിരവധി തൊഴിലവസരങ്ങൾ, ഗവേഷണ പഠനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, രാജ്യാന്തര തലത്തിൽ അംഗീകാരം ലഭിച്ച ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാസമ്പ്രദായം, സാമൂഹിക സുരക്ഷാ പേയ്മെന്റുകൾ, മെച്ചപ്പെട്ട ആരോഗ്യം, ഏത് തൊഴിലിനുമുള്ള അന്തസ്സും ഉറപ്പായ മിനിമം വേതനവും എന്നതൊക്കെ ഓസ്ട്രേലിയ ഏതൊരാളുടെയും മനസ്സിലേക്ക് അതിവേഗം ചേക്കേറുന്ന ഘടകങ്ങളാണ്. ഇവയൊക്കെ കൊണ്ട് തന്നെയാണ് വികസിത രാജ്യങ്ങളുടെ ഇടയിൽ അവസരങ്ങളുടെ നാട്, ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് ഓസ്ട്രേലിയ അറിയപ്പെടുന്നത്. ഈ രാജ്യം കുടിയേറ്റക്കാരെയും പ്രത്യേകിച്ച് നഴ്സുമാരെയും സ്വീകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അന്യരാജ്യത്തെ വിദ്യാസമ്പന്നരായ വ്യക്തികളെ ആദരിക്കുകയും അവർക്ക് അർഹതപ്പെട്ട തൊഴിലവസരങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അർഹതപ്പെട്ടവർക്ക് സ്ഥിരതാമസത്തിനുള്ള അവസരങ്ങളും അതുവഴി പൗരത്വവും ഓസ്ട്രേലിയയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഒരു സാധാരണക്കാരന് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകാൻ അവസരം നൽകുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും ഉന്നത വിദ്യാഭ്യാസത്തിനും അതിനുശേഷമുള്ള കരിയറിനും ജീവിതത്തിനുമെല്ലാം ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, കുടിയേറി പാർക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളിൽ എന്നും മുന്നിൽ തന്നെയാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളും അതിനുള്ള മറുപടിയുമായാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് പ്രമ. ഞാൻ ആക്സസ് സോഴ്സസിലെ ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആണ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഹായ് മാം, ഞാൻ ആതിര. ഞാൻ MBA HR കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. എനിക്ക് 4 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് HR ഫീൽഡിൽ തന്നെ. അപ്പം എനിക്ക് എബ്രോഡ് പോയി സെറ്റിലാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എനിക്ക് ഏതൊക്കെ കൺട്രീസ് ആയിരിക്കും ബെസ്റ്റ്? ഓക്കെ ആതിര, അതിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫൈൽ വെച്ചിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ മൈഗ്രേഷനാണ്. അപ്പം ആതിരേനെ പോലെയുള്ള പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് ആതിരയുടെ ഡൗട്ട്സ് ആതിര ചോദിച്ചോളൂ, ഞാനിപ്പോൾ ഓരോന്നായിട്ട് ക്ലാരിഫൈ ചെയ്ത് തരാം ആതിരയ്ക്ക്. ഓക്കെ, എന്തുകൊണ്ടാണ് മാം എനിക്ക് ഓസ്ട്രേലിയ സജസ്റ്റ് ചെയ്തത്? ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടോ? ഓക്കെ ആതിര, ഈ അവസരങ്ങളുടെ നാടെന്ന് അറിയപ്പെടുന്ന ഓസ്ട്രേലിയയിൽ അതൊരു വിളിപ്പേര് മാത്രം ഒതുങ്ങുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പേര് അന്വർത്ഥമാകും ഇതാണ് ഓസ്ട്രേലിയയിലെ അവസരങ്ങൾ ദിനം തോറും വർദ്ധിച്ചു വരുന്നത്. കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇവിടം. ഈ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും ത്വരിതഗതിയിൽ നടക്കുന്ന നൂതനവും വ്യത്യസ്തവുമായ വികസന കുതിപ്പുകൾ തൊഴിൽ പരിചയമുള്ള പ്രൊഫഷണലുകൾക്ക് അവസരങ്ങളുടെ ഒരു ഖനിയാണ് അനുഭവയോഗ്യമാകുന്നത്. രാജ്യത്തെ വികസന കുതിപ്പുകൾക്കൊപ്പം ഇവിടെയെല്ലാം വേണ്ടി വരുന്ന തൊഴിലാളികളുടെ അഭാവം ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വലിയൊരു പോരായ്മ തന്നെയാണ്. മാനവ വിഭവശേഷിയുടെ ഈ കുറവ് നികത്താൻ ഓസ്ട്രേലിയ വിദഗ്ധ തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്നതാണ് സത്യം. തൊഴിൽ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യത്തെ ആരോഗ്യ മേഖല തന്നെ എടുക്കാം. ഓസ്ട്രേലിയൻ ആരോഗ്യരംഗം മറ്റേത് വികസിത രാജ്യത്തെക്കാളും മുന്നിലാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇക്കാരണത്താൽ തന്നെ ഓസ്ട്രേലിയയിൽ നഴ്സുമാർക്ക് ഉള്ള അവസരങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടറിൽ നഴ്സുമാരുടെ കുറവ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ആവശ്യകത ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചു വരികയാണ്. ഒപ്പം മറ്റ് പ്രൊഫഷണലുകൾക്കും വലിയ ഡിമാൻഡാണ് ഓസ്ട്രേലിയയിൽ തൊഴിൽ വിപണിയിൽ ഇന്നുള്ളത്. ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡന്റ് ആവുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? ഓക്കെ, ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി വിദേശ പൗരന്മാർക്ക് നൽകുന്ന വിസയാണ് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി വിസ, അല്ലെങ്കിൽ PR എന്നും പറയാം. ഒരു ഓസ്ട്രേലിയൻ പൗരനെ പോലെ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനും താമസിക്കാനും പഠിക്കാനും കഴിയുന്ന ഓസ്ട്രേലിയൻ പൗരനാണ് ഓസ്ട്രേലിയൻ PR, അല്ലെങ്കിൽ സ്ഥിര താമസക്കാരൻ. സ്ഥിരമായ വിസ കൈവശമുള്ള ഒരു പൗരനല്ലാത്തയാളാണ് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡന്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പെർമനന്റ് റെസിഡൻസി? പെർമനന്റ് റെസിഡൻസി അഥവാ PR വിസ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകളെ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നത്. വിസയ്ക്ക് 5 വർഷത്തെ സാധ്യതയുണ്ട്. ഒരു PR വിസ ഉപയോഗിച്ച് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോവാം. PR വിസയുടെ ഓസ്ട്രേലിയയിൽ 4 വർഷം താമസത്തിന് ശേഷം ആർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാവുന്ന കാര്യമുള്ളൂ. നഴ്സുമാർ, IT പ്രൊഫഷണലുകൾ, BTech ബിരുദധാരികൾ, MSWക്കാർ തുടങ്ങി സമാന മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസി നേടാവുന്നതാണ്.
ഓസ്ട്രേലിയയിലെ തൊഴിൽ ഉടമകൾ സ്പോൺസർ ചെയ്യുന്ന ജനറൽ സ്കിൽഡ് വിസകളിലൂടെയുള്ള ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ വഴിയും പ്രൊഫഷണലുകൾക്ക് ഓസ്ട്രേലിയയിൽ എത്താൻ സാധിക്കും. ഓസ്ട്രേലിയയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ ബിസിനസ്സുകാർക്കും ഉപരിപഠനം ആഗ്രഹിച്ചെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും മികച്ച അവസരമാണ് ഓസ്ട്രേലിയ വാഗ്ദാനം ചെയ്യുന്നത്. ബിസിനസ് വിസകളിലൂടെ ബിസിനസ്സുകാർക്കും നിക്ഷേപകർക്കും ഓസ്ട്രേലിയയിലെത്തി തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വളർത്താനുള്ള അവസരം നൽകുന്നു. ഒപ്പം ബിസിനസ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിലൂടെ അപേക്ഷകനും കുടുംബാംഗങ്ങൾക്കും പെർമനന്റ് റെസിഡൻസിയും ലഭിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്റ്റുഡൻറ് വിസയിലെത്തി ഇവിടുത്തെ ലോകോത്തര സർവകലാശാലകളിൽ പഠിക്കുന്നതിനും അതിലൂടെ ഓസ്ട്രേലിയയിൽ തന്നെ മികച്ച ജോലി നേടാനുമുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഓക്കെ മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഓസ്ട്രേലിയയിൽ എങ്ങനെ പെർമനന്റ് റെസിഡൻറ്റ് ആകാൻ പറ്റും? ഓസ്ട്രേലിയയിലെ പെർമനന്റ് റെസിഡൻസി വിസ പ്രധാനമായും 3 എണ്ണമാണ്. 1 സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ സബ് ക്ലാസ് 189, 2 സ്കിൽഡ് പ്രൊഫഷണൽ വിസ സബ് ക്ലാസ് 491, 3 പെർമനന്റ് റെസിഡൻസി വിസ സബ് ക്ലാസ് 191. മാം, ഓരോന്നിനെ കുറിച്ചും എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഷുവർ. അപ്പോൾ ആദ്യമായിട്ട് ഈ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ സബ് ക്ലാസ് 189 അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓസ്ട്രേലിയയുടെ ഏത് ഭാഗത്തും ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതാണ് സബ് ക്ലാസ് 189 സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ. ഇതൊരു സ്വതന്ത്ര വിസയാണ്. ഈ വിസയ്ക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമില്ല. തൊഴിലിൽ വിദഗ്ധരായ ആളുകൾക്ക് ഈ വിസ ഒരു പ്രശ്നങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ ഓസ്ട്രേലിയയിൽ നിയമപരമായി താമസിക്കാൻ അനുവദിക്കുന്നു. നൈപുണ്യമുള്ള വിദഗ്ധ വിസ 189 അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അഥവാ EOI സ്കിൽ സെലക്റ്റിലൂടെ താല്പര്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഓസ്ട്രേലിയയുടെ അകത്തോ പുറത്തോ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. വിവിധ സ്കിൽഡ് വിസകൾക്കായി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകുന്നവരിൽ നിന്ന് പോയിന്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് ഓരോ മാസവും സർക്കാർ അപേക്ഷ സമർപ്പിക്കാനുള്ള ക്ഷണം അയക്കുന്നത്. അടുത്തതായി സ്കിൽഡ് വർക്ക് പ്രൊഫഷണൽ വിസ സബ് ക്ലാസ് 491. നിലവിൽ ഓസ്ട്രേലിയയിൽ ഉൾനാടൻ പ്രദേശങ്ങളിലെ കുടിയേറ്റത്തിന് ഏറ്റവും സഹായിക്കുന്ന വിസകളിൽ ഒന്നാണ് സബ് ക്ലാസ് 491 എന്ന സ്കിൽഡ് റീജിയണൽ അഥവാ പ്രൊഫഷണൽ വിസ. സംസ്ഥാന സർക്കാരുകളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ സ്പോൺസർഷിപ്പിലൂടെ ആയിരക്കണക്കിന് പേരാണ് ഓരോ വർഷവും ഇതിലൂടെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. നിലവിലെ 489 വിസ പിൻവലിച്ച പ്രകാരം കൊണ്ടുവരുന്ന 491 വിസയിൽ മെഡിക്കെയർ പരിരക്ഷ ലഭ്യമാകുന്നുവെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ പൊതു ആരോഗ്യ പരിരക്ഷാ സംവിധാനമാണ് മെഡിക്കെയർ. ഈ വിസയുടെ കാലാവധി 5 വർഷമാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ എന്നീ പ്രമുഖ നഗരങ്ങൾ ഒഴികെ ഓസ്ട്രേലിയയുടെ മറ്റേത് ഭാഗത്തേക്കും പുതിയ റീജിയണൽ വിസകളിലൂടെ എത്താൻ കഴിയും. ഈ പ്രദേശങ്ങളിൽ തന്നെ ജീവിച്ച് ജോലി ചെയ്യണം എന്നാണ് ഈ വിസയുടെ വ്യവസ്ഥ. ഈ വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ കുറഞ്ഞത് 65 പോയിന്റ് ഉണ്ടായിരിക്കണം. അടുത്തതായി പെർമനന്റ് റെസിഡൻസി വിസ സബ് ക്ലാസ് 191. സബ് ക്ലാസ് 491 വിസ ലഭിച്ചവർക്ക് 3 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസിക്കായി അപേക്ഷിക്കാൻ കഴിയും. 3 വർഷം റീജിയണൽ മേഖലയിൽ തന്നെ താമസിച്ച് ജോലി ചെയ്തവർക്ക് മാത്രമേ PR ലഭിക്കൂ. സ്ഥിരമായ വിസയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് അപേക്ഷകർ കുറഞ്ഞത് 3 വർഷമെങ്കിലും സബ് ക്ലാസ് 491 അല്ലെങ്കിൽ 494 വിസ കൈവശം വച്ചിരിക്കണം. ആ വിസയിലെ വ്യവസ്ഥകൾ പാലിക്കുകയും നികുതി അടയ്ക്കേണ്ട വരുമാന ആവശ്യകതകൾ പാലിക്കുകയും വേണം. ഉൾനാടൻ പ്രദേശത്ത് തന്നെയാണോ താമസിച്ചത് എന്ന കാര്യം സർക്കാർ പരിശോധിക്കും. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ എന്നിവ ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളെയും പ്രാദേശിക പ്രദേശങ്ങളായി നിർവഹിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയൻ വിസയ്ക്കുള്ള പോയിന്റ് സംവിധാനത്തിൽ അതുപോലെ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. അവിവാഹിതർക്ക് 10 അധിക പോയിന്റും ലഭിക്കും. ഓക്കെ അപ്പം അതിലേക്ക് ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ജസ്റ്റ് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ ആൻഡ് താങ്ക് യു. അവസരങ്ങളുടെ നാടായ ഓസ്ട്രേലിയയിൽ നിരവധി മികച്ച അവസരങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്തുകയേ വേണ്ടൂ. നഴ്സുമാർക്കും പ്രൊഫഷണലുകൾക്കും ഓസ്ട്രേലിയയിലെ നിലവിലെ സാധ്യത പ്രയോജനപ്പെടുത്താൻ ആക്സിസ് അവസരമൊരുക്കുന്നു. ഓസ്ട്രേലിയൻ PR എങ്ങനെ ലഭിക്കും, അപേക്ഷിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.